വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ നമ്മുടെ സിലബസിൽ വരുന്ന ഒരു പ്രധാന ഭാഗമാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം നമുക്ക് മെയ് മാസത്തിൽ ആരംഭിക്കുകയാണ്. എക്സാം ആകുമ്പോഴേക്കും നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ മുഴുവൻ സിലബസിൽ പറയുന്ന കാര്യങ്ങളും തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം മുടങ്ങാതെ തന്നെ കാണുക. ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോയും എല്ലാവരും പോയി കാണുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ ഒരു പുതിയ ഭാഗവുമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അണ്ടർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, കമ്പനീസ് ഓഫർ their equity shares to their employees. It is a scheme under which the company gives option to the whole-time directors, officers or employees to purchase or subscribe at a future date the equity shares at a predetermined price. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. എന്താണ് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അണ്ടർ ദി സ്കീം ദ ഷെയർസ് ആർ ഗിവൺ ടു ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. നമുക്ക് ഹോൾ ടൈം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ്, എംപ്ലോയീസ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അവർക്ക് ഈ ഷെയർസ്, കമ്പനിയിലുള്ള ഷെയർസ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓഫറാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചോയ്സ് അനുസരിച്ച് അവർക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ എംപ്ലോയീസ് ടു എക്സസൈസ് ദിസ് ഓപ്ഷൻ. ദിസ് സ്കീം ഗിവ്സ് ദ എംപ്ലോയീസ് ആൻ ഓപ്ഷൻ ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ഓർ നോട്ട്. എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ ഷെയർസ് വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങാതിരിക്കാം. അങ്ങനെയുള്ളൊരു സ്കീമാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. നമുക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ എമംഗ് എംപ്ലോയീസ്, ടു അട്രാക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദ എഫിഷ്യൻറ്റ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി, ടു എൻകറേജ് സെർവ് ദ കമ്പനി, ടു പ്രൊവൈഡ് ദ ടേം long-term resources to employees, to provide economic benefit by allotment of shares less than the market price, etc. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് സ്റ്റോക്ക്? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് റെപ്രസെൻറ്റ്സ് എ പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ജസ്റ്റ് ലൈക്ക് ഷെയർസ്. നമ്മുടെ കമ്പനിയുടെ ഒരു ക്യാപിറ്റൽ ജസ്റ്റ് ലൈക്ക് ഷെയർസ് അതുപോലെയുള്ളതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺസോളിഡേഷൻ ഓർ ഫുള്ളി പെയ്ഡ് ഷെയർസ്. നമ്മൾ ഷെയർസിൻ്റെ എമൗണ്ട് എല്ലാം ഫുള്ളി പെയ്ഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ ദ വേർഡ്സ് ഓഫ് ലോർഡ് ഹാദർലി, സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. സ്റ്റോക്ക് ഹാസ് നോ ഡെഫിനിറ്റ് വാല്യൂ, ഇറ്റ് ക്യാൻ ബി ഓഫ് എനി വാല്യൂ. ഏത് വാല്യൂവിൽ വേണമെങ്കിൽ നമുക്ക് ഷെയർസ് ആവാം, ഏത് വാല്യൂവിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ആവാം. ഒരു ബണ്ടിൽ ഓഫ് ഷെയർസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റിൽ ദർ ആർ സർട്ടൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദിസ് ഷെയർ ആൻഡ് സ്റ്റോക്ക്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Share has a face value, but stock has no face value. It can be of any denomination. Share may be fully paid or partly paid, but stock is always fully paid. Shares can be issued directly to the shareholders, but stock cannot be issued directly. Shares has distinctive number, but stock has no such number. Shares cannot be issued or transferred in fractions, but stock can be transferred in fractions subject to a minimum value. Shares can be issued by any company, but stock only limited companies can convert their shares into stock. Shares, it is always registered, but stock may be registered or unregistered. These are the differences between shares and stock. ദെൻ നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നതിന് നമുക്ക് പല രീതിയിൽ കാണാം. പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആവാം, റൈറ്റ് ഇഷ്യൂ ആവാം, പബ്ലിക് ഇഷ്യൂ ആവാം. ദിസ് പബ്ലിക് ഇഷ്യൂ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഓർ ഓഫർ ഫോർ സെയിൽ.
ഫസ്റ്റ് നമുക്ക് നോക്കാം ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട്, റൈറ്റ് ഇഷ്യൂ ഉണ്ട്, ഓർ പബ്ലിക് ഇഷ്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം പറയുന്നത് എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ആണ്. എ പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്, ഹെൻസ് ഇറ്റ് യൂഷ്വലി റേസസ് ഇറ്റ്സ് ക്യാപിറ്റൽ ബൈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനു പകരമായിട്ട് അവരെങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ക്യാൻ ഓൾസോ റേസ് ഇറ്റ്സ് ക്യാപിറ്റൽ ബൈ പ്ലേസിംഗ് ദ ഷെയർസ് പ്രൈവറ്റ്ലി ആൻഡ് വിത്തൗട്ട് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്സ് ഷെയർസ്. Private placement is the issue of securities of a company direct to one investor or a small group of investors. Generally, the investors are the financial institutions or other existing companies or selected private persons such as friends, relatives or promoters. Private companiesന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. അവർക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യൂഷ്വലി റേസസ് ഇസ് ക്യാപിറ്റൽ ബൈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയാണ് ഈ പ്രൈവറ്റ് കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്യുന്നത്, ഫണ്ട് റേസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സിനാവാം, റിലേറ്റീവ്സിനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിനാവാം. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. Then second one is right issue. A right issue is a cheap way of raising finance. It is an issue of shares to the existing shareholders in proportion to their existing shareholding. In a right issue, no prospectus is issued. അതായത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പബ്ലിക് ഇഷ്യൂ നെക്സ്റ്റ് വരുന്നത് പബ്ലിക് ഇഷ്യൂ ആണ്. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പം നമുക്ക് രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ ആൻഡ് ഓഫർ ഫോർ സെയിൽ. ഇനിഷ്യൽ പബ്ലിക് ഓഫർ, ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് എ കമ്പനി സെൽസ് ഇറ്റ് ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ജനറൽ പബ്ലിക് ഫോർ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറാണ്. Then what is offer for sale? Under this method, instead of offering shares directly to the public by the company itself, it offers through the intermediaries such as issue houses, merchant banks, investment banks or firms or stock brokers. ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻ്റർമീഡിയറീസിലൂടെ, അതായത് ഇഷ്യൂ ഹൗസസ്, മെർച്ചൻ്റ് ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, അതിലൂടെയൊക്കെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇഷ്യൂ ഓഫ് ഷെയർസിന് പഠിക്കാനുള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഡിവൈഡഡ് ഇൻ ടു 3: പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ ഓർ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ തന്നെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്